പലരും പുറത്ത് പറയാൻ മടിക്കുന്ന നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല മുഖം. ശരിക്കും ഞാനിപ്പം കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ചോദിച്ചാൽ കുറച്ച് അരോചകമാണ്. അത്ര നല്ല ഒരു അനുഭവം അല്ല ഉണ്ടായത്. പ്രത്യേകിച്ച് ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ വളരെ നമുക്ക് ഒട്ടും സഹിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഇതല്ല. ഒരു മെസ്സേജാണ്, ശരിക്കും മെസ്സേജ് തന്നെയാണ്. നമ്മളിപ്പോൾ ഒരു കുറ്റകൃത്യം ഒക്കെ ഒളിച്ചു വെക്കാൻ ശ്രമിക്കുന്നത് എത്രത്തോളം ഡേഞ്ചറസ് ആവും എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ഒരിതാണ്. അങ്ങനെ ചോദിച്ചാൽ നമ്മൾ യൂത്തൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കേണ്ട ഒരു സംഗതിയാണ്, അത്രയേ ഉള്ളൂ. സ്റ്റോറി ഉണ്ട്, ജസ്റ്റ് ഞാൻ പറഞ്ഞല്ലോ ഒരു മെസ്സേജാണ്, അതിനപ്പുറം അല്ലാതെ ആയിട്ട് നമുക്കൊന്നുമില്ല. ശരിക്കും ബാക്ക്ഗ്രൗണ്ട് സ്കോറെല്ലാം കുറച്ച് അരോചകമാണ്. വേറെ പ്രത്യേകിച്ചൊന്നും എടുത്തു പറയാനില്ല. ശരിക്കും ഞാനിപ്പം കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി കയറിയതാണ്. ബാക്കി ഒരുവിധം മഞ്ഞുമലായിരുന്നാലും പ്രേമലമായിരുന്നാലും എല്ലാം കണ്ടായിരുന്നു. അപ്പം വേറെ ഏതെങ്കിലും അല്ലാതെ ഒന്ന് കയറാം എന്ന് വിചാരിച്ച് കയറാം. ശരിക്കും ഒരു ഡോക്യുമെൻ്ററി പോലത്തെ ഒരു ഇതാണ് അനുഭവമാണ് ഉണ്ടായത്. കണ്ടുകൊണ്ടിരിക്കാൻ കുഴപ്പമില്ല. ഒരു ഷോർട്ട് ഫിലിമാണെങ്കിൽ കുറച്ച് 1.5 മണിക്കൂറാണെങ്കിൽ നമുക്ക് വലിയ ബോറിംഗ് ഇല്ല. ശരിക്കും ഒരു ക്രൈം സ്റ്റോറി അത്രയേ ഉള്ളൂ. എടുത്ത് പറയാനായിട്ട് കുറച്ച് ചെറിയ സസ്പെൻസ് കീപ്പ് ചെയ്യുന്നുണ്ട്, ലാസ്റ്റ് വരെ സസ്പെൻസ് വയ്ക്കുന്നുണ്ട്. ഒരു മർഡർ നടന്നതിനെ പറ്റിയാണ് അത് ചെയ്യുന്നത്. ഡയൽ 100 കണ്ടത് നല്ല സിനിമ. സമൂഹത്തിൽ പല കുടുംബങ്ങളിലുമൊക്കെ നടക്കുന്ന ഒരു തീമാണ്. പലരും പുറത്ത് പറയാൻ മടിക്കുന്ന നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല മുഖം മൂടി അണിഞ്ഞിരിക്കുന്ന അവരുടെ ഉള്ളിലുള്ള ദുഷ്ടവികാരങ്ങൾ, പുറമേ പബ്ലിസിറ്റിയും പുറമേ നല്ല അവാർഡുകളും ഒക്കെ വാങ്ങിക്കുന്ന ഇന്ന് സമൂഹത്തിൽ നടക്കുന്ന തന്നെ, രാഷ്ട്രീയമായാലും സിനിമയാണേലും നമ്മുടെ ഔദ്യോഗിക ജീവിതത്തിലാണേലും എല്ലാ മേഖലയിലും നടക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അതിനെ വേറൊരു രീതിയിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. പടം കൊള്ളാം, നല്ല ഇൻട്രസ്റ്റിംഗ് ആണ്. നമുക്കറിയാനുള്ളൊരു ആകാംക്ഷ വരുന്നുണ്ട്. നല്ലൊരു സസ്പെൻസ് ത്രില്ലറാണ്. അല്ല, ഡയറക്ഷൻ കുഴപ്പമില്ല, ആവറേജാണ്. പിന്നെ വിനോദ് രാജ് മെയിനായിട്ട് ക്യാരക്ടറായിട്ട് അഭിനയിച്ചത് കൊള്ളാം. ആവറേജ് നമുക്ക് കണ്ടിരിക്കാം.